സർ, റഷ്യ ഉക്രൈൻ യുദ്ധം ഇറാൻ ഇസ്രയേലിന് ശേഷം വീണ്ടും വാർത്തകളിൽ ചർച്ചയാവുകയാണ്. ഉക്രൈനിലേക്ക് നമുക്കറിയാം, നേരത്തെ റഷ്യയുടെ ഒരു വലിയ പാലം, ബ്രിഡ്ജ് ഉക്രൈൻ തകർത്ത സംഭവം ഉൾപ്പെടെ. അപ്പോൾ റഷ്യയെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഒരു നീക്കമാണോ നടക്കുന്നത്? അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇസ്രയേലിന് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം, ഇപ്പം യുദ്ധം, അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ വാർ, ഇത് തമ്മിൽ പല കാര്യത്തിൽ നോക്കുമ്പോൾ സമാനതകളുണ്ട്. ഇപ്പൊ അത് ചർച്ചയാവുന്നുമുണ്ട്. കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ ആകപ്പാടെ റഷ്യക്ക് സ്വാധീനമുള്ളതും അല്ലെങ്കിൽ റഷ്യയുടെ ബന്ധമുള്ളതുമായിട്ടുള്ള ഒരു രാജ്യം ഈ പറയുന്ന ഇറാനേ ഉള്ളൂ. ബാക്കി സഖ്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ GCC രാജ്യങ്ങളും ഒക്കെ ഈ ഇസ്രായേലിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇറാനെ ആക്രമിക്കാൻ 7 മാസം മുമ്പ് പദ്ധതി ഇട്ടിരുന്നു സൈനിക തലവന്മാർ. ഇപ്പൊ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്, സൈനിക തലവന്മാരെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നു. അവരെ കഴിഞ്ഞ ദിവസം അവിടെ ഇറാനിൽ കയറി ആക്രമണം നടത്തിയത് വളരെ കാലേ കൂട്ടി എല്ലാം തീരുമാനിച്ചിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിച്ചപ്പോഴും അതിനു മുമ്പുള്ള സമയത്തും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഈ പറയുന്ന ഇസ്രായേലിനെ തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. ഇസ്രായേലിനെ തള്ളിപ്പറയുന്നത് എനിക്ക് എന്ന് പറയുന്നത് GCC രാജ്യങ്ങളിൽ സൗദി പോയി, UAE പോയി, അല്ലെങ്കിൽ ഖത്തറിൽ പോയി, അവിടെ എല്ലാം ചെന്നിട്ട് അവരുമായിട്ട് കരാറുണ്ടാക്കി കോടിക്കണക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് മേടിച്ച സമയത്ത് പോലും ഇയാൾ പറഞ്ഞെന്തോ എനിക്ക് ബന്ധമൊന്നുമില്ല, എനിക്കിത് അനുവദിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുകയും, പക്ഷെ ഇതിന്റെ പുറകിൽ ചർച്ച നടത്തുകയും 6ാമത്തെ ചർച്ചയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കയറി അടിക്കുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് അവർക്ക് തന്ത്രപ്രധാനമായ മേഖലകൾ തകർത്തു, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കക്ഷികളെ, സൈനിക ഉദ്യോഗസ്ഥന്മാരെ, ഖമേനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ, ഖമേനിയുടെ ബന്ധുക്കളെ, ആണവ ശാസ്ത്രജ്ഞരെ അതായത് ഒരു രാജ്യത്തെ ശരിക്കും പറഞ്ഞാൽ 12 ദിവസം കൊണ്ട് ക്ലീൻ ബോൾഡ് ആക്കി. അവർ വെളി പറയുന്നില്ലെന്നുള്ളൂ. ആ രാജ്യം ഒരു 50 കൊല്ലത്തിന് പുറകെ പോയി. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്നത് പോലെ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ പറയുന്ന റഷ്യയിൽ പരിശോധിച്ച, റഷ്യ എന്ന് പറഞ്ഞാൽ 2ാമത്തെ ലോകശക്തിയാണ്, നമ്മൾ ഈ പറയുന്നതല്ല. ഈ യുക്രൈനെ കയറി അവരടിക്കാത്തതെന്ന് പറഞ്ഞാൽ അവിടെ റഷ്യൻസ് ഉണ്ട്, അതുകൊണ്ട് അവർ തീർത്തടിക്കാത്ത, അവർ മയത്തിനടിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു ആക്രമണം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. ഇതുപോലെ തന്നെ ചർച്ച വെച്ചിരിക്കുന്നതിന് 2 ദിവസം മുമ്പ്, അതായത് റഷ്യയും ഉക്രൈനും തമ്മിൽ സമാധാന ചർച്ച വെച്ചതിന് 2 ദിവസം മുമ്പ് 40 വിമാനങ്ങൾ, ബോംബറുകൾ ഉൾപ്പെടെ, അവരുടെ ആണവ ആയുധങ്ങൾ ക്യാരി ചെയ്യാൻ അല്ലെങ്കിൽ തൊടുക്കാൻ പറ്റിയ ബേസുകൾ ഉൾപ്പെടെ തകർത്തു കളഞ്ഞു. നേരത്തെ അവിടെ കയറ്റിയ ഡ്രോണുകൾ, അല്ലെങ്കിൽ നേരത്തെ അവിടെ ആളുകൾ കയറുന്നു, 1.5 കൊല്ലം മുമ്പ് കയറുന്നു, ഡ്രോണുകൾ അവിടെ സ്ഥാപിക്കുന്നു, ആ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇതേ ആക്രമണം അവിടെ 7 മാസം മുമ്പ് അല്ലെങ്കിൽ എത്രയോ നേരത്തെ കയറി ഡ്രോണുകൾ ഈ ഷൂട്ട് കേസിലാക്കി, പറയുന്നുണ്ട് അവർ, ഷൂട്ട് കേസിലാക്കി ഈ പറയുന്നത് പോലെ നമ്മുടെ ട്രാങ്കറുകളിൽ നമ്മുടെ ഈ കപ്പൽ കയറ്റി അവിടെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഇറാനികളുടെ സഹായത്തോടു കൂടി തുരങ്കമുണ്ടാക്കി അതിനകത്ത് വെച്ചിരുന്ന് അവിടുന്ന് ആക്രമിക്കാൻ വന്നപ്പോൾ വിമാനങ്ങളും മറ്റു സംവിധാനങ്ങളും കയറിയപ്പോൾ കൃത്യം ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആണവ നിലയങ്ങളും എല്ലാം ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതേപോലെയാണ് അന്ന് അവിടെ സംഭവിച്ചത്. 40 വിമാനങ്ങളും ബേസുകളും. അപ്പൊ സമാനതകൾ ഉണ്ടാവുന്നു യുദ്ധത്തിന്, സമാനതകളുണ്ട്. ഇപ്പൊ തന്നെ സുഹോയ് 34 എന്ന് പറയുന്ന 4 വിമാനങ്ങൾ തകർത്തിരിക്കുന്നത് ഗറില്ല യുദ്ധമുറ. നേരത്തെ ഗറില്ല യുദ്ധമുറ പോലെയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? ഈ അവിടെ ഇന്റലിജൻസ് സംവിധാനം, രഹസ്യാന്വേഷണ സംവിധാനം ലോകത്തിലെ ഏറ്റവും വലുതാ. അപ്പൊ അതെങ്ങനെ നടക്കുന്നു? അപ്പൊ ഇതിന്റെ പുറകിൽ ആരോ ഉണ്ട്, ഇപ്പോഴത്തേനകത്തല്ല. അപ്പം റഷ്യക്കകത്ത് കൂടുതൽ ക്രൈസിസ് ഉണ്ടാക്കണം. കാരണം പ്ലാനിങ്, ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രയേലും വളരെ കൃത്യമായിട്ട് പ്രോക്സികളെ ആക്രമിച്ചതിന് ശേഷം പ്ലാനിങ് നടത്തി ഇറാനെ ആക്രമിക്കുമ്പോൾ ലോകത്ത് സഹായിക്കാൻ ആദ്യം ഓടിയെത്താനും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നതുമായിട്ടുള്ള റഷ്യ വരാൻ സാധ്യതയുണ്ട്. ചൈന പിന്നെ വരത്തുള്ളൂ. ചൈന എത്ര ഇങ്ങോട്ട് കയറി ഇടപെടത്തില്ല. റഷ്യ വന്നാൽ കുഴപ്പമാണ്. ഇപ്പൊ റഷ്യ ക്രൈസിസിലേക്ക്, ഇതിൽ വേറെ കാര്യം ശ്രദ്ധിച്ചായിരുന്നു. അവിടുത്തെ ആണവ റിയാക്ടർ റഷ്യ കൈകാര്യം ചെയ്ത ആണവ റിയാക്ടർ അടിക്കരുതെന്ന് പറഞ്ഞത് ഇസ്രായേൽ അടിച്ചില്ലല്ലോ. അതുപോലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ആണവ നിലയങ്ങൾക്കകത്ത് ഈ പറയുന്നത് പോലെ റഷ്യയുടെ ജോലിക്കാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ടല്ലേ അന്ന് അവർ ഈ ബങ്കർ ബ്ലസ്റ്റർ ബോംബിട്ട്. അപ്പൊ എന്താ അങ്ങനെ ചെയ്യാൻ സാധിക്കും, അങ്ങനെ സംസാരിക്കാൻ സാധിക്കും? അപ്പൊ ഇതൊക്കെ തമ്മിൽ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഈ യുദ്ധങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ റഷ്യയിൽ നടന്ന ആക്രമണത്തിന് പിറകിൽ ഈ പറയുന്ന ഇസ്രായേൽ ഉണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ സക്സസ് ആകുന്നതിന് തടസ്സമാകാൻ സാധ്യതയുള്ള ഒരു രാജ്യം അത് ചൈനയും റഷ്യയും ഈ പറയുന്ന ഉത്തര കൊറിയയുമാണ്. അതിനകത്ത് ഏറ്റവും ആദ്യം സാധ്യതയുള്ള റഷ്യയാണ്. അപ്പൊ റഷ്യയെ കൂടുതൽ ക്രൈസിസിലാക്കി നിർത്തിയാൽ ആക്രമിക്കാൻ ഒരവസ്ഥ ഉണ്ടാകത്തില്ല. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പം ഇതൊരു വലിയ പ്ലാനിങ് ആയിരുന്നു. ഇനിയും ഖമേനിയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖമേനിയെ ഞങ്ങൾ കൈകാര്യം ചെയ്തിരിക്കും, യുദ്ധം നിർത്തിയത് കൊണ്ടാണ്, മാറ്റിവെച്ചതാണ്, അതിനകത്ത് അമേരിക്ക ഇടപെട്ടതാണ്, പക്ഷെ ഖമേനിയെ വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് ഇന്ന് ഇസ്രായേലിന്റെ ഈ പറയുന്ന വിദേശകാര്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഖമീനി വിലസണ്ട ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ കൊല്ലുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ പറയുന്ന 4 സുഹോയി വിമാനങ്ങൾ, അതിന് മുമ്പത്തെ 40 വിമാനങ്ങൾ അല്ലെങ്കിൽ ബേസുകൾ, ഇതൊക്കെ ആക്രമിക്കുന്നതിന് നേരത്തെ ഡ്രോണുകൾ പ്രതിസന്ധി സമയത്ത് കൊടുത്ത് സഹായിച്ച ഇസ്രയേലിന്റെ പങ്കുണ്ടോ? ആ പങ്കിന് കാരണമെന്ന് പറയുന്നത് ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചടിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ളതും ഏറ്റവും ശക്തിയുള്ളതുമായിട്ടുള്ള ഒരു രാജ്യം റഷ്യയാണ്. റഷ്യ അതിനകത്ത് ഇടപെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇടപെടാൻ സാധ്യത ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാതാക്കിക്കൊണ്ട് റഷ്യയെ ഫുൾ സ്വിങ്ങിൽ, റഷ്യ ഉക്രൈൻ വാറിൽ, അല്ലെങ്കിൽ അവിടുന്ന് മാറി നിൽക്കാൻ, മറ്റൊരു കാര്യം ആലോചിക്കാൻ പ്രാപ്തമല്ലാത്ത രീതിയിലേക്ക് ആക്കിയെടുക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ആ യുദ്ധം. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ നടന്നതെല്ലാം നാടകമാണ്. അപ്പോൾ ഇതിനകത്ത് നാടകം നടന്നിട്ടുണ്ട്. കാരണം ട്രംപ് പറഞ്ഞതെല്ലാം കള്ളമാണ്, ട്രംപിന് അറിയത്തില്ലെന്ന് പറഞ്ഞ കള്ളമാണ്, ഈ ആക്രമിച്ചത് അറിയത്തില്ലെന്ന് പറഞ്ഞ കള്ളമാണ്, ഇസ്രായേലിനെ അവസാനം ചീത്ത വിളിച്ചത് കള്ളമാണ്. അതായത് ഈ ആക്രമണത്തിന്റെ എല്ലാം ഇവർ പരസ്പര ധാരണയോട് കൂടി തന്നെയാണ് നടത്തിയത്. അല്ലെങ്കിൽ ഇതുവരെ ഉള്ളതെല്ലാം നാടകമായിരുന്നു. അപ്പം ഈ പറയുന്ന ഒന്നുമല്ലാത്ത യുക്രൈൻ അകത്ത് കയറി ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതിന്റെ പുറകിലും ഇതുപോലുള്ള വമ്പന്മാർ, ഒരുപക്ഷെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങളും ഉണ്ട്. അതിന്റെ കൂടെ ഇസ്രായേൽ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഇസ്രായേലിനെ കൂട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള രാജ്യം മറ്റൊന്നുമില്ല. അറിയാതെ അവിടെ കയറി ഇതുപോലെ രണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിന്, ഡ്രോണുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ട് അതിന്റെ അല്ലെങ്കിൽ ഡ്രോണുകൾ അവിടെ വെച്ച് തന്നെ വിടാൻ പ്രാപ്തമായിട്ട് അല്ലെങ്കിൽ ലോഞ്ചുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അത് റഷ്യയിലും ഉണ്ടാക്കിയിരുന്നു, അതേപോലെ തന്നെ ഇപ്പം ഇറാനിൽ ഉണ്ടാക്കി. എല്ലാം സമാനത ഉണ്ട്. അപ്പം ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ജയിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു പക്ഷേ ഉക്രൈനെ സഹായിക്കുന്നത് പോലെ റഷ്യയെ ക്രൈസിസിൽ ആക്കിയിട്ടുണ്ടോ? ഈ സുഹോയ് വിമാനം തകർത്തതിന്റെ പുറകിലും റഷ്യ ഉണ്ടോ? കാരണം ഒരാഴ്ച കൊണ്ട് ഗാസ കൃത്യമാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഗാസയിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നു, ആരും ഇടപെടണ്ട എന്ന് ട്രംപ് പറയുന്ന ഒരു വാർത്തയും അല്ലെങ്കിൽ അത്തരത്തൊരു വാർത്തയും ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ പിറകിലും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇറാനകത്ത് കയറിയ കാര്യം മാത്രമേ അവർ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുള്ളൂ. ഇസ്രായേൽ ഒരുപക്ഷെ റഷ്യക്കകത്ത് നടന്ന ആക്രമണത്തിന് അവർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ പങ്കുണ്ടെന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രണ്ട് ആക്രമണങ്ങളും സമാനതകളുള്ളതാണ്. മാത്രമല്ല റഷ്യക്കെതിരെ ഇതുപോലെ ഒരു നീക്കം നടത്താൻ പ്രാപ്തമായിട്ടുള്ള ഒരു രാജ്യവും അതിനുള്ള സംവിധാനവും ഉള്ള ഒരു രാജ്യമല്ല ഈ യുക്രൈൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു വലിയ കളിയായിരുന്നു. അതിനകത്ത് അവർ വിജയിച്ചിട്ടുണ്ട് തന്നെ എന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടി വരും. ഈ പറയുന്ന ഇറാൻ ഇപ്പൊ പറയുന്ന ആർഗ്യുമെന്റ്സും അല്ലെങ്കിൽ അവരുടെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഇസ്രായേൽ വെളിപ്പെടുത്തിയ ശരിയാണെങ്കിൽ ഒന്നുമില്ല എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. അവർ തകർത്തതെല്ലാം തകർത്താണ്. അതുകൊണ്ടാണ് അവർ യുദ്ധം നിർത്തിയത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു 12 ദിവസം കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയി. അതിന്റെ അടുത്ത് ഇടയ്ക്ക് വെച്ച് നമ്മൾ ചർച്ച ചെയ്താണ്, 2 ആഴ്ച സമയം ചോദിച്ചില്ല. 2 ആഴ്ച സമയം എന്തിനാണെന്നറിയാം? ഈ അമേരിക്ക കയറി വന്ന് ഈ പറയുന്ന പോലെ ബങ്കർ ബ്ലസ്റ്റർ ബോംബ് ഇടുന്നതിന് നമ്മൾ ചർച്ച ചെയ്തു. ബങ്കർ ബ്ലസ്റ്റർ ബോംബ് ഇടുന്നതിന് ഒരുക്കം ഉണ്ടാക്കുന്ന, കാരണം അവിടെ മൊത്തം സംവിധാനവും തകർക്കണമായിരുന്നു, തകർക്കുന്നതിന് വേണ്ടി. കാരണം അല്ലെങ്കിൽ ഇവർ ഈ ബേസുകളിലേക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നിട്ട് പിന്നെ അവസാനം അതും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നത്. അവസാനം ഞങ്ങളൊന്ന് അടിച്ചോട്ടെ, ഞങ്ങളുടെ രാജ്യത്തിന്റെ അകത്ത് ഞങ്ങൾക്ക് ഒരു രക്ഷയ്ക്ക് വേണ്ടി, അങ്ങനെ ഈ പറയുന്ന ഖത്തറിലേക്ക് ഒരു 7 മിസൈൽ വിടാൻ അനുവാദം കൊടുത്ത് അവിടെ വിട്ടതാണ്. അപ്പോഴത്തേന് പട്ടാളക്കാരെ എല്ലാം മറ്റെന്തിനും അടിക്കാൻ താല്പര്യമുണ്ടെങ്കിലും, അല്ലെങ്കിൽ അമേരിക്കൻ പട്ടാളക്കാരെ കൊല്ലണമെന്ന് താല്പര്യമുള്ള ഖമേനി നേരത്തെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ അടിക്കാൻ വരുന്നു. അപ്പൊ ഇതെല്ലാം പരസ്പര നാടകത്തിന്റെ ഭാഗമായിട്ടാണ്. ഖമേനിക്ക് പിടിച്ചു നിൽക്കാൻ, ഇറാൻ പിടിച്ചു നിൽക്കാൻ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കും. ബാക്കിയെല്ലാം അവർ രണ്ടും കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നു. അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഒരുപക്ഷെ സഖ്യ രാജ്യങ്ങളെ പോലും പറ്റിച്ച്, എല്ലാരെയും പറ്റിച്ച്. ഇപ്പൊ മനസ്സിലായല്ലോ നമ്മൾ പറയുമ്പോൾ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം, പരസ്പര ധാരണ. അമേരിക്കയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഇസ്രായേൽ വേണം, ഇസ്രായേലിനെ വിട്ട് അമേരിക്ക നിന്നാൽ അമേരിക്ക ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ പലരും അതിനകത്ത് വന്ന് കമന്റ് അടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാരെയും കളിപ്പിച്ച്, സഖ്യരാജ്യങ്ങളെയും കളിപ്പിച്ച്, ലോകത്തെയും കളിപ്പിച്ചു. പക്ഷെ അവർ പരസ്പരം കൃത്യമായ ധാരണയിലായിരുന്നു. അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തി എന്നാണ് ഇപ്പോഴത്തെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. യെസ്, എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും ഒരു സമാധാനത്തിലേക്ക് വരുന്നില്ല, പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏറെക്കുറെ ഒതുങ്ങി, അല്ലെങ്കിൽ അതിനൊരു ശാന്തത വരുന്നു എന്ന രീതിയിൽ ലോകത്തിന് മുഴുവൻ തോന്നുമ്പോൾ ഇതാ റഷ്യയും ഉക്രൈനും അതേ വഴി വീണ്ടും പിന്തുടരുകയാണ്. അവിടെയുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന് പിറകിൽ ഇസ്രയേലാണോ എന്നുള്ള ചർച്ചകളും സജീവമാവുകയാണ്. എന്തായാലും നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളും പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ ഈ അവസരത്തിൽ പുറത്തു വരുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു സർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.